ഇന്നെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആൽഫ്രെഡോ പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒലിവ് ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ബട്ടർ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്, ബട്ട് എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറ് ജസ്റ്റ് ഒന്ന് മാറുന്ന വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മൈദ പാനിലേക്ക് ആഡ് ചെയ്യുന്ന ടൈമിൽ ഫ്ലെയിം ഏറ്റവും ലോയിലായിരിക്കണം, കാരണം ഇല്ലെങ്കിൽ ഈ മൈദ കരിഞ്ഞു പോകും. മൈദ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാസ്തയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ്. പാൽ കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ പാസ്തയ്ക്ക് ഏകദേശം എത്ര സോസ് വേണം നോക്കിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്ര പാസ്ത ഉണ്ടോ അത്രയ്ക്ക് സോസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഒറിഗാനോ ആണ്. ശരിക്കും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഇനി ഇതിലേക്ക് നേരത്തെ കുറച്ച് വെള്ളത്തിൽ ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള പാസ്ത ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്ലൈസ് ചീസാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ആ പാസ്ത ഈ സോസിലിട്ട് ഒരു 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇതെൻ്റെ ഫേവറേറ്റ് പാസ്ത റെസിപ്പിയാണ്. നല്ല അടിപൊളി ഫില്ലിങ്ങും ആണിത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം.